നമ്മളിപ്പോൾ ടയർ പൊട്ടി അത് ടയർ കീറിയിട്ട് അതിൻ്റെ കമ്പി വെളിച്ചാടി. അപ്പോൾ അതുകൊണ്ട് ആ ടയർ ഇനി പാച്ച് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അവിടെ തന്നെ ഒരു യൂസ്ഡ് ടയർ, അതായത് ഇത് ചെയ്തേ എന്ത് ചെയ്ത റീസോൾ ചെയ്ത ടയർ ഉണ്ടായിരുന്നു. അപ്പം അത് അവർ ഞങ്ങൾക്ക് 7,000 രൂപയ്ക്ക് എടുത്തു വെച്ച ടയർ 7,000 രൂപയ്ക്കല്ലോ തന്നെ 7,000 രൂപയ്ക്ക് ഞങ്ങൾക്ക് അത് തോന്നി. അപ്പം തൽക്കാലത്തേക്ക് ആ കൊച്ചിനെ ആ ബൈക്കുകാരൻ കൊണ്ട് തട്ടി, കൈ തട്ടി, ലെഫ്റ്റ് സൈഡിൽ നടന്നു വന്നില്ല ഇങ്ങോട്ട് ഓപ്പോസിറ്റ് ആ ബൈക്കുകാരൻ. വീട്ടിൽ കയറി കഴിഞ്ഞു പിന്നെ ഇറങ്ങാൻ ഭയങ്കര പാടാണ്. വീട്ടിൽ പോയാലും ബോറാ, മടുപ്പാ. ആരുമില്ല, പിള്ളേർ പോലും ആരും എല്ലാം ഓരോ വഴിക്ക് പോയി, ഉള്ളതെല്ലാം കെട്ടി ഓരോ വഴിക്ക് പോയി. ഞാൻ പഞ്ചായത്ത് നമ്മൾ രണ്ടും മാത്രമേ ഉള്ളൂ ഇല്ലയോ? ബാക്കി എല്ലാം കെട്ടി പിള്ളേർ വരെ കെട്ടി പോയി. എല്ലാം കൈപ്പിള്ളകളായി. ഇപ്പൊ അവരെ നോക്കേണ്ട അവസ്ഥയായി. വിളിക്കും ഓരോന്ന്, എടാ കുഞ്ഞിനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകാൻ ഇങ്ങോട്ടൊന്ന് വരുവാടാ, ഹോസ്പിറ്റലിൽ പോയിട്ട് വരുവാടാ. എന്തോ ചെയ്യാനാ വേറെ. ഇവിടൊക്കെ റോഡൊക്കെ അടച്ച് പൂട്ടി ഇങ്ങനെ വണ്ടി ഇല്ലയോ? ഇവിടെ നേരെ ഇല്ലല്ലോ ഇപ്പൊ. ലെഫ്റ്റ് ഇവിടെ ചെറിയൊരു ഇതാണ് HMD ജംഗ്ഷൻ. ഒരുപാട് മാറി മാറുന്ന വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ കടകൾ കാര്യങ്ങളൊക്കെ ആയി അന്നത്തെ വെച്ച് നോക്കുവാണെന്നുണ്ട്. പജീറോ എത്രയൊക്കെ പുതിയ വണ്ടി ഇറങ്ങിന്ന് പറഞ്ഞാല് ആ പഴയ പജീറൊക്കെ കാണാൻ അത് വേറെ ലെവലല്ലേ. പഴയ പജീറോ, പഴയ മറ്റേ ഇത് നമ്മുടെ ലാൻസർ, അതൊക്കെ ഒരു വേറെ മൂടാ സാധനം അല്ലേ. സഫാരി അതൊക്കെ എത്ര ആയാലും നോക്കി പോകും. വണ്ടി റേറുള്ള സ്ഥലത്ത് ആന്ന്. അല്ല ഞാൻ ഇപ്പൊ എന്തോരം വണ്ടികൾ ഇപ്പൊ ഇറങ്ങുന്നു, എന്തോരം വണ്ടികൾ. പക്ഷെ അതിന്റെ ഇടയ്ക്ക് ഒരു ഈ പജീറോ കിടക്കുന്ന കാണാൻ നല്ല ഹൈലൈറ്റാ. എന്താണ് ഇതിലല്ലേ പ്രത്യേക ഒരു അടക്കാ വണ്ടി കാണാൻ. പുതിയ വണ്ടിയാണെങ്കിൽ വളരെ ഇഷ്ടം. അടിപൊളി ഗാംഭീര ലുക്ക് ഫീൽ ചെയ്യുന്നത്. കക്കനാടൊക്കെ ഭയങ്കര തിരക്കായി പോയി. ഒരു സമയത്ത് പട്ടിക്കാടായിട്ട് കിടന്ന ഏരിയ, അതെ, ഒരു മനുഷ്യൻ പോലും ഈ റൂട്ടിൽ കാടായിട്ട് കിടന്ന സ്ഥലമായത്. ഇപ്പൊ നോക്കി എന്നതാ ഇവിടെ, എന്നാ തിരക്കാ ഇവിടെ. ഒരു മുട്ടൻ ടൗൺഷിപ്പായി. അയ്യോ എന്റെ മോനെ, അടിപൊളി സബാഷ്. തിരക്ക് ഒരു രക്ഷയില്ല. ഇതിനു വേണ്ടിയാണെന്ന് തോന്നുന്നു ഇത്രയും സിഗ്നലൊക്കെ താടി ബ്ലോക്കൊന്നും ഇല്ലാതെ വന്നത്. സാരമില്ല, ബാക്കി അങ്ങ് പോവാം. ഒന്നുമില്ല, ആ മൂവാറ്റുപുഴയിൽ നിന്ന് കയറ്റം കയറി പോകുന്ന വെച്ച് നോക്കുവാണെങ്കിൽ സാരമില്ല, കുഴപ്പമില്ലടാ കുട്ടാ, പതുക്കെ അങ്ങ് പോവാം. അയ്യോ അങ്ങ് വരെ ഇല്ല, അങ്ങ് ഇരുമലം വരെ ഉള്ളു. അയ്യോ പൊടിച്ചേർക്ക്. അപ്പൊ ഇന്ന് അങ്ങ് വരെ ഇനി നോക്കണ്ടായിരിക്കും. ബ്ലോക്ക് അങ്ങ് വരെ നോക്കണ്ടായിരിക്കും. മോനെ ഇതെന്തോടാ JCB ആണോ ഇത്? പേര് പറയാനുള്ളൂ, പേരല്ലുള്ളൂ. ഇതെന്തോടാ ഇത്? മറ്റേ മാൻമാക്സിനൊക്കെ കാണുന്ന പോലെ. ഇത് പറഞ്ഞ എടുത്താലോടാ അട്ടയ്ക്ക് വേറെ ചുമ്മാ. ഓ എൻ്റെ അട്ടയ്ക്ക്, എൻ്റെ നന്ദിനി ട്രസ്റ്റഡ് ബൈ മില്യൻസ്. അതിൻ്റെ ഇടയ്ക്ക് നന്ദിനി കയറി വന്നു.
ആ JCB, എടാ JCBയുടെ വണ്ടി ഒരു രക്ഷയില്ലല്ലോടാ. എടാ ചുമ്മാ ഓടിച്ച് നടക്കാടാ. എന്തോ രസമുണ്ടാ വണ്ടി കാണാൻ. മറ്റേ മാഡ് മാക്സിനകത്തൊക്കെ കാണത്തില്ലേ? പൊന്നിയാണോ വണ്ടി നിർത്താൻ പറ്റൂ? കയറ്റത്ത് തോന്നുന്നു വണ്ടി നിർത്താനൊക്കെ പൊട്ടനാണ്. കയറ്റം കയറിക്കൊണ്ടിരിക്കും, അതിനിടയ്ക്കുള്ള വണ്ടി ഒതുക്കി ഒന്നാമതെ വലിഞ്ഞ കയറും. എക്കോസ്പോർട്ട് കിടുക്കം വണ്ടിയാ. കാണുമ്പോൾ മൂട്ടെ പോലെ ഇരുന്നാലേ അന്യ കിടുക്കം പവറാ വണ്ടി. അത് ഓടിച്ചവരാ വണ്ടിയെ കുറ്റം പറയത്തില്ല, ഓടിക്കാത്തവരെ പറയത്തുള്ളൂ കുറ്റം. ആണ് ലെഫ്റ്റ് പോകുന്നത് പൂക്കാട്ടുപടി ലെഫ്റ്റ്. ഒന്നാമത് ഇവിടെ ചെറിയൊരു തിരക്കുണ്ട്, ഇവിടെ ചെറിയൊരു തിരക്കുണ്ട്. എന്താ വണ്ടി തട്ടിയോടോ? എന്നാടാ? പോട്ടെ അവിടെ ബൈക്കുകാർ കയറ്റിയിരുന്നു. ബൈക്കുകാർ ഈ തുടങ്ങിയിടാം, അവരങ്ങ് പോട്ടെ. ഇവരാ റോഡേ ക്ലിയർ ചെയ്യുന്നത് കേട്ടോ, അല്ലെ പെട്ടുപോയന്. അവരാ റോഡ് ക്ലിയർ ചെയ്യാൻ. അവര് റോഡ് ക്ലിയർ ചെയ്തോണ്ട് ഈ വണ്ടി എങ്ങോട്ട് അല്ലെങ്കിൽ വൺപം ബ്ലോക്ക് ആയി പോകാൻ. അത് നല്ലൊരു കാര്യം അവര് ചെയ്തത്. അതെന്തായാലും നല്ല. പക്ഷെ എത്ര നേരം അവര് നിന്ന് കാണും? ഇപ്പോഴും അവര് നിൽക്കുമോ? അവര് ആണ്. പോലീസുകാരൊക്കെ എന്ത്? ട്രാഫിക് ആൾക്കാരൊക്കെ എന്ത്? ഏതായാലും മിനിസ്റ്റർ വന്നീங்கன்னா അപ്പ പോയിടും. ഇപ്പൊ ഈ വഴി ഇപ്പൊ ആരെങ്കിലും പോകാവോ? മന്ത്രിമാരാരെങ്കിലും പോകാവോ ഇപ്പൊ ഈ വഴി കൂടെ? അപ്പോഴത്തേക്ക് അവര് എല്ലാം ക്ലിയർ ചെയ്ത് നിൽക്കും. ഇപ്പൊ കണ്ടോ, ഇപ്പൊ അവരില്ലായിരുന്നെങ്കിൽ ഇവിടെ ഇപ്പൊ വമ്പം ബ്ലോക്ക് ആയി പോകാനെ. 4-5 പേരുണ്ട്. 4-5 പേര് ഇന്ന് അവിടെ ക്ലിയർ ചെയ്ത് വിടുന്നു. ഇവിടെ എപ്പോഴും ബ്ലോക്ക് കാണുന്നത് സിഗ്നലില്. ഇവിടുത്തെ ബ്ലോക്ക് എല്ലാം കൂടെ നേരത്തെ നമുക്ക് അവിടെ കിട്ടി. അപ്പൊ ഇവിടെ ബ്ലോക്ക് ഇല്ല, കാര്യമായി. പക്ഷെ ഇവിടുന്ന് സിഗ്നൽ അങ്ങോട്ട് ബ്ലോക്കാ. അങ്ങോട്ട് ബ്ലോക്ക് ഉണ്ട്, സാരല്ല. പക്ഷെ മൂവിങ് കേട്ടോ, മൂവിങ് ഉണ്ട്, കുഴപ്പമില്ല. മൂവിങ് ഉണ്ടെങ്കിലേ സീനില്ലടാ, ബ്ലോക്ക് ആണെങ്കിലും കുഴപ്പമില്ല. ഈ മൂവിങ് ഇല്ലാതെ കിടക്കുമ്പോഴാണ് പ്രശ്നം വരുന്നത്. മൂവിങ് ആണെങ്കിൽ കുഴപ്പമില്ല, പതുക്കെ അങ്ങ് പോവാം. നമുക്ക് കാക്കനാടിലെ ഇത് കണ്ടോടോ, ഇൻഫോ പാർക്കിൻ്റെ വേറൊരു അതിൻ്റെ ഗേറ്റാ. പിന്നെ ഇതാണ്, ഇതല്ലേടാ ട്രാൻസ്ലേഷൻ, ഇതല്ലേ മറ്റേ റെഡ് എഫ്എമ്മിൻ്റെ?
യെസ്, അങ്ങനെ 7 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഞങ്ങൾ കണ്ണു തുറന്നപ്പോൾ ഇവിടെ വണ്ടിയാണ് കിടക്കുന്നത്. ഒരു വണ്ടി ഇപ്പോൾ എറണാകുളം കയറി കൊണ്ടുപോയി. ഇപ്പോൾ ഈ വണ്ടിയിൽ ഒരു 30 ഉണ്ട്, ആ വണ്ടിയിൽ 30. അങ്ങനെ ഇവിടെ മൊത്തത്തിൽ ഇവിടെ ആദിച്ചനല്ലൂർ, അതായത് നല്ല ലുക്ക് പറയാൻ കഷ്ടപ്പെട്ട രാജ്യത്തിൻ്റെ പേര് ആദിച്ചനല്ലൂർ. അപ്പോൾ ഇവിടെ നമുക്ക് മൊത്തത്തിൽ 100 പീസ് ഇവിടെ ഇറക്കണം. അപ്പോൾ അതിൽ 100 പീസ് പല ഇതിൻ്റെ ഇടയ്ക്ക് പല കടകളിലേക്കാണ് പോകുന്നത്. എവിടത്തേക്കും കയറിയില്ല. ഞങ്ങൾ രാവിലെ ഇവിടെ ഒരു 4 മണി 3:30 ആയപ്പോഴത്തേക്ക് ഇവിടെ രാവിലെ എത്തി. എന്നിട്ട് കിടന്നുറങ്ങി. എന്നിട്ട് ഇവർ 6:30 ആയപ്പോൾ എത്തിയെന്നാണ് പറഞ്ഞത്. ഞങ്ങൾ ഉറങ്ങുന്നതായതുകൊണ്ട് അവർ വിളിച്ചില്ല ഒന്ന്. എന്നിട്ട് 7 മണിയായപ്പം 7:30 ആയപ്പോൾ നടിപ്പം ജസ്റ്റ് ഇപ്പോൾ ഇറങ്ങി തുടങ്ങിയതേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ബാക്കി 2 ഇനി പോകണം. डाल दो യെസ്, അപ്പോൾ നമ്മളിപ്പം ആദിച്ചനല്ലൂർ ലോഡ് ഇപ്പോൾ ഇറക്കി, അവിടെ ഇറക്കി കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മളെന്താ പറഞ്ഞറിയോ, നമ്മൾ വീട്ടിൽ പോയിട്ട് വിചാരിച്ചു വീട്ടിൽ പോയിട്ട് രാവിലെ 6 മണിക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു. എന്നാൽ 9 മണിക്ക് ഇവിടെ വന്നാൽ ഭയങ്കരമായിട്ട് പോസ്റ്റ് ആയി. സാധാരണ 9 മണിയൊക്കെ ആവുമല്ലോടാ ഈവനിങ്. നമ്മള് വിചാരിച്ച് ഇതില്ലേ മറ്റേ ഈ തൊഴിലാളികളാ അവരൊക്കെ വിചാരിച്ചേ, അങ്ങനെ വിചാരിച്ച് അവർ 9 മണിയൊക്കെ ആകുമ്പോഴേ അവർ ഒന്ന് തുറന്ന് ചെയ്യത്തുള്ളൂ. 6 മണിക്ക് വന്നു. ഇത് 6 മണിക്കേ വന്നു. എന്നിട്ട് അവർ പറഞ്ഞത് എന്താ അറിയോ, നിങ്ങൾ ഉറങ്ങുമായിരുന്നു, അതുകൊണ്ട് അവരെ വിളിക്കാൻ. എന്നിട്ട് 7 മണിയായപ്പോൾ വിളിച്ച്, 7 മണിക്ക് വിളിച്ച് 7:15 ആയപ്പോഴത്തേക്ക് 2-3 വണ്ടികൾ വന്ന് ഇറക്കി കൊണ്ടുപോയത്. ഇനിയിപ്പോൾ അടുത്ത് മയ്യാട് അല്ലേ, മയ്യനാട് വണ്ടി വരുന്നത്. മയ്യനാട്. ഇപ്പൊ ഈ റോഡ് പോയി നേരെ ഹൈവേ ഇറങ്ങും. ഹൈവേന്ന് റൈറ്റ് നിന്നിട്ട് കൊട്ടിയത്തുനിന്ന് ലെഫ്റ്റ്. റെയിൽവേയുടെ ബ്രിഡ്ജ് കഴിയുമ്പോൾ വിളിക്കാനാ പറഞ്ഞത്. അവിടെ 5 കിലോമീറ്റർ. ഈ റെയിൽവേയുടെ ബ്രിഡ്ജ് എന്ന് പറയുമ്പോൾ കൊട്ടിയത്തുനിന്ന് ലെഫ്റ്റ് അവിടെ 5 കിലോമീറ്റർ പറഞ്ഞത്. വിളിക്കണം, വിളിച്ചിട്ട് കൺഫേം ആയിട്ട് പോകാം. നോക്കണം എന്താ പറയുക, വണ്ടി ഒതുക്കാൻ പറ്റിയ സ്ഥലം വല്ലതും ഉണ്ടോ, അങ്ങനെ നോക്കിയിട്ട് വിളിച്ചാൽ മതി. ഈ റോഡ് നല്ല പരിചയമുണ്ടല്ലോ, ഇവിടെ വന്ന് കയറിയോ? സൈഡ് നമ്മൾ നേരല്ലേ? ഓക്കെ, ലെഫ്റ്റ് എടുത്തോ. ഇതിപ്പം കൊട്ടിയത്തേക്കല്ലേ ഈ റോഡ് പോകുന്നത്, ചെന്ന് കയറുന്നത്? ഈ റോഡ് അങ്ങോട്ട് പണിഞ്ഞ് ലെവലായിക്കോണ്ട. റോഡ് വരുന്നുണ്ടോ? ഈ റോഡ് സെറ്റായി കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. എനിക്ക് അത്രയും താഴെയുള്ള കുഴിയാണ് നേരെ. അമ്പോ,
കമ്പി ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട്. അത് വേറെന്തോ ആണ്. ആ കണ്ണ് പിടിക്കുന്നില്ല, വല്ലാണ്ട് കണ്ണ് പോകും. ഇവിടെ നല്ല ബ്ലോക്ക് ആയിരിക്കും വൈകിട്ടൊക്കെ അല്ലേ? അതാ ജംഗ്ഷൻ വരുമ്പോഴാ പണി കിട്ടുന്നത്. ഇതെവിടെ പൊട്ടിയോ? ലെഫ്റ്റ് വണ്ടി ഓടി പോടോ. മറിഞ്ഞു വേണം പറ്റി മറിഞ്ഞു വേണോ അറിയില്ല. അവിടെ ലെഫ്റ്റ് ആണ് പോകേണ്ടത് അതോ എന്താ ഉമേനല്ലൂരിൽ നിന്ന് ലെഫ്റ്റ് കാണിക്കുന്നുണ്ട്. ഇവര് കൊട്ടിയത്തുനിന്ന് ലെഫ്റ്റ് എടുക്കാനാണോ അവര് പറഞ്ഞത്? അവരങ്ങനെയാണോ പറഞ്ഞത്? മയ്യനാട് 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 ഓരോട് പോകുന്നു. പോട്ടെ 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 പോട്ടെ. എടാ നിർത്ത് 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 നിർത്ത്. എടാ കുറച്ച് ബാഗ് എടുക്കാം, ബാഗ് എടുക്കാം. എടാ ഒരു സെക്കൻഡ്, ബാഗെടുത്ത് 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 ബാഗെടുത്ത്. ബാഗെടുത്ത് ഓടെ ഓടെ ബാഗെടുത്ത്. ആ നിൽക്കേ. ഓ പിന്നെ ഇടയ്ക്കൂടെ ബാബാ ബാബാ ഓടിച്ച് ഓടിച്ച് പോട്ടെ പോട്ടെ. പോട്ടെ പോട്ടെ പോട്ടെ. തട്ടത്തില്ലായിരുന്നു ആ ടാർപ്പേ, അവസാനത്തെ ടാർപ്പ് ഇങ്ങനെ ഇരിക്കുന്നോണ്ടായിരുന്നു. ടാർപ്പ് ഫുള്ള് ഉണ്ടായിരുന്നെങ്കിൽ. എടാ ലെഫ്റ്റ് എടുത്ത് ലെഫ്റ്റ് എടുത്ത് ലെഫ്റ്റ് എടുത്ത്. ഇത് ടാസ്ക് വഴിയായി പോലും മോനെ. എടാ കുട്ടാ ലെഫ്റ്റ് ഓക്കെ, ലെഫ്റ്റ് എടുത്ത് ലെഫ്റ്റ് എടുത്ത്. പോട്ടെ 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 പോട്ടെ. ലെഫ്റ്റ് ഓക്കെയാണോ? ആ ലെഫ്റ്റ് ഓക്കെ ലെഫ്റ്റ് ഓക്കെ. പോട്ടെ 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 പോട്ടെ. യെസ് യെസ്. ആ പിക്കപ്പ് അങ്ങ് പറഞ്ഞോളൂ. ഓക്കെ. ആഹാ വരണം. പോട്ടെ 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 പോട്ടെ. യെസ്. ഇവിടെ എത്ര ദൂരമുണ്ട്? 3.5 കിലോമീറ്റർ. എടാ കൂട്ടിക്കട മയ്യനാട് ശാസ്താംകോവിൽ ക്ഷേത്രം. ശാസ്താംകോടോ? ശാസ്താംകോവിൽ ചേട്ടാ ഈ ശാസ്താംകോവിൽ ക്ഷേത്രം എവിടെയാ? മയ്യനാട് മയ്യനാട് ഇടത്തോട്ടെ അല്ലേ? റെയിൽവേ ക്രോസ് എടുത്താൽ നോക്കി. ആ റെയിൽവേ ക്രോസിന് അടുത്തുള്ള അവിടെ അല്ലേ? ആ ഓക്കെ ഓക്കെ. പോട്ടെ പോട്ടെ പോട്ടെ. 2 എണ്ണം ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. പോട്ടെ 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 പോട്ടെ. ഈ ശാസ്താംകോവിൽ ക്ഷേത്രം ആ മയ്യനാട്. പോട്ടെ 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 പോട്ടെ. ചോദിക്കണോ? മയ്യനാട് ക്ഷേത്രം എടാ ഈ ശാസ്താംകോവിൽ മയ്യനാട് അവിടെ റെയിൽവേ ഓർമ്മിച്ചില്ലേ? റെയിൽവേ ഓർമ്മിച്ചു ഇവിടെ ഇല്ല. വേണ്ടി വേണ്ടി വേണ്ടി. ശാസ്താംകോവിൽ ക്ഷേത്രം 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 ക്ഷേത്രം. ആ അങ്ങനെ പറ്റും ചേട്ടാ ഈ ശാസ്താംകോവിൽ ക്ഷേത്രം. ശാസ്താംകോവിൽ ക്ഷേത്രം
ആ ഓക്കെ ഓക്കെ. സൈഡ് എടാ നിന്റെ സൈഡ് ഓക്കെ ആണെന്ന് നോക്കി. എൻ്റെ സൈഡ് ഓക്കെ അല്ല അല്ലേ? ആ അങ്ങോട്ട് ആ സൈഡ് വണ്ടി വരാനുള്ള ഗ്യാപ്പ് ഉണ്ടോ? ഉണ്ട്, പക്ഷേ ഈ വണ്ടി കാർ എടുക്കുന്ന പറ്റത്തില്ല അല്ലേ? ഇല്ല കാറിനെ പറ്റി അവിടെ കുറേ ബൈക്ക് സ്കൂട്ടർ. സൈഡ് സൈഡ് ഓക്കെ എടുത്തു. സൈഡ് നീ റൈറ്റ് എടുത്ത് എടുത്താൽ വണ്ടി പോകത്തില്ല. കുറച്ച് ലെഫ്റ്റ് എടുത്ത് നീ ലെഫ്റ്റ് ഇടി കുറച്ച് ലെഫ്റ്റ് ചേർത്തു. ആ പോട്ടെ. നേരെ ആയി. നേരെ ലെഫ്റ്റാ അങ്ങോട്ടാ ചോദിക്കാം. ശാസ്താംകോവിൽ ക്ഷേത്രം അല്ലേ? ബൈക്ക് സ്കൂട്ടർ അവരോടും ചോദിച്ചേ. ചേട്ടാ ഈ ശാസ്താംകോവിൽ ക്ഷേത്രമാടാ. ശാസ്താംകോവിൽ ക്ഷേത്രം ഇവിടെ ലെഫ്റ്റ് എടുത്തു. ആ ശരി ഓക്കെ. പോട്ടെ. റെയിൽ ക്രോസ് ചെയ്തെന്ന് പറഞ്ഞു. എന്താ എടാ സ്കൂൾ ഗ്രൗണ്ട് വരും. സ്കൂൾ ഗ്രൗണ്ട് കഴിഞ്ഞിട്ട് 50 മീറ്റർ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് 50 മീറ്റർ കഴിഞ്ഞ് ലെഫ്റ്റ് സൈഡ് ഗ്രൗണ്ട്. ഇത് തന്നെ ഒരു തരക്കേടില്ലാത്ത ഗ്രൗണ്ട് ആണല്ലോ. എടാ എൻ്റെ ബസ് സ്റ്റോപ്പിൻ്റെ ഇവിടെ ആയിട്ട് ഒന്ന് ഒതുക്കിയിടാനാണ് പറഞ്ഞു. അയ്യോ ഇവിടെ എങ്ങനെ ഒതുക്കൂടാ? ടാസ്ക് ആണല്ലോ ഇവിടെ. ആ ബസ് സ്റ്റോപ്പ് ഇവിടെ ഈ സൈഡ് നീ ഇവിടെ ഈ സൈഡ് പിടി. അതുകൊണ്ട് അത് ബസ് സ്റ്റോപ്പ് ആടാ. ചേട്ടാ ഇത് ബസ് സ്റ്റോപ്പ് ആണോ ഇവിടെ? മയ്യനാട് സൊസൈറ്റിയിലേക്ക് സാധനം ഇറക്കാനാ അകത്തേക്ക് അല്ലേ? അയ്യോ എടാ വണ്ടി എവിടെ കേട്ടോ? എടാ മോനെ വാ പോട്ടെ നേരോ പോട്ടെ നേരോ പോ. മയ്യനാട് ശാസ്താംകോവിൽ ക്ഷേത്രത്തിൻ്റെ അടുത്ത ലൊക്കേഷൻ. എടാ ഇത് ശാസ്താംകോവിൽ ക്ഷേത്രത്തിന് അടുത്തല്ലേ? ശാസ്താംകോവിൽ ക്ഷേത്രം അല്ലേ? ഇവിടെ പ്രവേശിച്ചിട്ട് വരാനേ പറ്റത്തുള്ളൂ. ഇപ്പം എന്നെ ഇടിച്ചേനെ. ആ വണ്ടി നോക്കി ബോക്കി ടോക്കി ഉള്ളത് ഭയങ്കര ഉപകാരം ഇല്ലയോ? അതുകൊണ്ട് എനിക്ക് വായിട്ട് അലക്കണ്ട കറക്റ്റ് പറഞ്ഞുതരാം. മാഡം ഞങ്ങളെ മയ്യനാട് ഇറക്കിക്കൊണ്ടിരിക്കുവാണേ. ലൊക്കേഷൻ വാട്സപ്പ് ചെയ്തേക്കോ. ബാക്കി 100 പൈസ കൂടെ അല്ലേ? അത് എവിടെ സ്ഥലം എവിടെയായിരുന്നു?
കരുനാഗപ്പള്ളിയിലോ? തണ്ണിമുക്ക് മയ്യനാട്. ഇത് തണ്ണിമുക്ക് ജംഗ്ഷൻ കേട്ടോ. തണ്ണിമുക്ക് ജംഗ്ഷനിൽ നിന്ന് റൈറ്റ്. ഓട്ടോ 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 ലെഫ്റ്റ് എടുത്തു. വാ. പോട്ടെ. അങ്ങനെ തന്നെ പോട്ടെ. എടാ സ്ഥലപ്പേരേതാ? കരുനാഗപ്പള്ളി ചോദിച്ചാൽ മതിയോ? കരുനാഗപ്പള്ളി ചോദിച്ചാൽ മതിയോ? അത് പ്രോപ്പർ സ്ഥലപ്പേര് പറയേ. ചേട്ടാ കരുനാഗപ്പള്ളി പുതിയകാവ് കരുനാഗപ്പള്ളി ലെഫ്റ്റാണോ? പുതിയകാവ് കരുനാഗപ്പള്ളി. ആണോ? എടാ ഇതാ എളുപ്പമൊന്നും, റൈറ്റാവും എളുപ്പമൊന്നും. ഗേറ്റ് കയറി വരാനാ പറഞ്ഞേ. എടുത്തെടുത്ത് പോട്ടെ. യെസ്. അറിയില്ല, നീ നോട്ടെ ചോദിക്കട്ടെ. ചേട്ടാ കരുനാഗപ്പള്ളി പുതിയകാവ് ചേട്ടാ. എടാ എങ്ങോട്ടാ? നേരെയാണോ? കരുനാഗപ്പള്ളി പുതിയകാവ് ആണോ? പുതിയകാവ് പോവാൻ. എടാ ലെഫ്റ്റ്. ഈ റോഡ് നേരെ പോയിട്ട് അവിടുന്ന് തട്ടാമല. ഓക്കെ. ഓടിച്ച് പോട്ടെ. ഓ നിർത്തിക്ക്. എടാ കുറേ ബൈക്ക്. മതിയല്ലോ. പോട്ടെ. വണ്ടിയാണല്ലോ മുന്നേ. കഷ്ടാണല്ലോടെ കുട്ട. കുറേ വണ്ടി. പോട്ടെ. ലെഫ്റ്റ് എടുത്തേ. പോട്ടെ. ഓടിച്ചു. എടുത്തോ. എന്താ ചേട്ടാ? പോട്ടെ. ലെഫ്റ്റ് എടുത്തു. സൈഡ് ഓക്കെ. വേണേ കുറച്ച് ലെഫ്റ്റ് എടുത്തു. നീ കുറച്ച് ലെഫ്റ്റ് എടുത്തു. ലെഫ്റ്റ് ചേർത്തു.
ആ മതി, അങ്ങനെ പോട്ടെ, അങ്ങനെ പോട്ടെ, പോട്ടെ. ഓക്കെ. സൈക്കിൾ സൈക്കിൾ സൈക്കിൾ. ലെഫ്റ്റ് എടുത്തു, ലെഫ്റ്റ് എടുത്തു, ലെഫ്റ്റ് എടുത്തു, കുറച്ച് ലെഫ്റ്റ് എടുത്തു, ലെഫ്റ്റ് എടുത്തു. ആ പോട്ടെ. പോട്ടെ. കോപ്സ്. ആരും മണ്ണുകാരെയോ? അവർ പിടിച്ചോ? ഇല്ല, അവരങ്ങ് പോയില്ലേ? നിർത്തിയോ? അവർ ലൊക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നോ? പറഞ്ഞു തന്നേ ഉള്ളൂ. ഇത് നേരെ ഒന്ന് ഓച്ചിറ ഇത് ഓച്ചിറയല്ലേ? അല്ല, ഓച്ചിറ എന്നല്ല, കരുനാപ്പള്ളിയാ കഴിഞ്ഞിട്ടല്ലേ ഓച്ചിറ. പോട്ടെ പോട്ടെ പോട്ടെ. ആ സൈഡ് നോക്കിയാൽ മതി, ആ സൈഡ് നോക്കിയാൽ മതി. ഇപ്പോഴേ കയറ്റി ഓടിക്കല്ലേ, പാവുണ്ടേ. ഓ ആ കാറ് അതിനിടയ്ക്ക്. ആ കാറങ്ങ് പോട്ടെ. ഇപ്പോഴേ ഓടിക്കല്ലേ, ലെഫ്റ്റ് എടുക്കല്ലേ, ഇങ്ങോട്ട് കയറ്റി എടുത്താൽ മതി. കാറ് പോട്ടെ. ആ ഇനി പതുക്കെ എടുക്കും. പോട്ടെ. യെസ്. തട്ടാമല, കൊല്ലം. കരുനാപ്പള്ളി, പുതിയ കാവ്. കരുനാഗപ്പള്ളി ചെന്നിട്ട് പുതിയ കാവ് പോകണം. ഓക്കെ. ഇവിടെ നിന്ന് എത്ര ദൂരമുണ്ട് കരുനാഗപ്പള്ളിക്ക്? ആ പുതിയ കാവ് അടിയെന്നാ 32 കിലോമീറ്റർ ഉണ്ടോ? ആ അത് ശരി. ഇവിടുത്തെ ഓട്ടോയുടെ എല്ലാം ബാക്കിൽ പേര് നല്ല വലുതായിട്ടാണ് എഴുതി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആ പോകുന്ന ഓട്ടോയുടെ ബാക്കി നോക്കി, എല്ലാത്തിനും പുറകെ വലുതായിട്ടാണ് എഴുതി വെച്ചിരിക്കുന്നത്. നമ്മ അവിടെ അങ്ങ് ഇങ്ങനൊന്നും ഞാൻ കണ്ടിട്ടില്ല. പോയിട്ട് ആ താടി മൂടിയൊക്കെ ഒന്ന് വെട്ടി മനുഷ്യക്കോലത്തിൽ പോവാ. ഡോക്ടറാ. ആലപ്പുഴ, കൊല്ലം ബീച്ച്, ദിയ ഹീറോ. ഏതാ? ഏത് പള്ളി? എല്ലാം ഓപ്പോസിറ്റ് ലെഫ്റ്റ് സൈഡ് ഹോട്ടലൊക്കെ ഉണ്ടായിരുന്നു. ലെഫ്റ്റ് സൈഡ് ഇവിടെ ഒന്നുമല്ല, ഞാൻ റൈറ്റ് സൈഡ് ഉള്ളിലോട്ടുള്ള ഒരു പള്ളിയിലോട്ടൊക്കെ. കുനമ്പായി കുളത്തമ്മ. അങ്ങനെ ഓട്ടോയുടെ കുറേ പേര് വെച്ചിരിക്കുന്നുണ്ടോ? ഓട്ടോയുടെ കുറേ പേരുണ്ടോ? എല്ലാ ഓട്ടോയുടെ പുറകെ പോലെ വെണ്ടയ്ക്ക പോലെ എഴുതി വെച്ചിട്ടുണ്ട്. ആ പക്ഷെ രസമുണ്ടോ? നല്ലതാ. അങ്ങോട്ട് പുറകീന്നേ ആ പെട്ടെന്ന് ചോദിക്കുമ്പോൾ നോക്കും, അതൊക്കെ പേര് പെട്ടെന്ന് പറഞ്ഞു കൊടുക്കണമെങ്കിൽ പെട്ടെന്ന് അത് പറഞ്ഞാൽ മതിയല്ലോ. ഏത് വണ്ടി അതാണ്ട് കുനമ്പായി കുളത്തമ്മ വരുന്നുണ്ട്. പെട്ടെന്ന് പേര് വായിച്ചെടുക്കാമല്ലോ. നല്ല തിരക്കുണ്ടല്ലയോ? കല്യാണ ബിരിയാണിയോ? അതെങ്ങടാ കല്യാണ ബിരിയാണി? കല്യാണത്തിന് മാത്രം കൊടുക്കുന്ന പ്രത്യേക ബിരിയാണി, കല്യാണ ബിരിയാണി. ആ കല്യാണത്തിന് ഫുഡ് ഫ്രീയാ? അപ്പൊ ഇവിടെ ഫ്രീ ആയിരിക്കും. ഈയടാ പോരെ, ഗ്യാപ്പില്ല അല്ലേ? വണ്ടി കൊണ്ട് നിർത്തിയിട്ട് പോകായിരുന്നു, ഇപ്പൊ ചോദിക്കായിരുന്നു. കല്യാണ ബിരിയാണി അല്ലേ? കൊള്ളാം.
എടാ ഇത് സ്കേറ്റിംഗ് പാർക്കാണോ? എടാ മറ്റേ സ്കേറ്റിംഗ് ബോർഡില്ലേ, അത് വെച്ച് പിള്ളേർ ചെയ്യുന്ന പരിപാടിയാണ് ഇവിടെ. ആ എടാ അങ്ങോട്ടുണ്ടോ വയോജന പാർക്ക്, കെ ദിവാകരൻ സ്മാരക പാർക്ക്. അങ്ങനെ ഇവിടുന്ന് റൈറ്റ് അങ്ങോട്ടെ. ലോറി അതങ്ങോട്ട്, ലോറി വിടും. ഏതാ? ആ വഴി റെയിൽവേ സ്റ്റേഷൻ നേരെ കാണുന്നില്ലേ? ഭയങ്കര ഒരു മുട്ടുണ്ടാവണം അല്ലേ? ഈ നട്ടുച്ചയ്ക്കൊക്കെ ഈ സമയത്തൊക്കെ ഇത്രയും തിരക്ക് കാണണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ഒരു വൈകുന്നേരമൊക്കെ ആകുമ്പോൾ നല്ല തിരക്കായിരിക്കും, നല്ല തിരക്കായിരിക്കുമല്ലോ. ഇവിടെ എന്താ അമ്പലത്തിൽ ഇത്രയും ക്യൂ? ഇതെന്തെങ്കിലും പരിപാടിയുള്ള ദിവസമാണോ? അമ്പലത്തിൽ ഭയങ്കര തിരക്ക്. എത്ര കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന്? 26ഓ? അയ്യോ. കരുനാഗപ്പള്ളി ടൗൺ. ഒരു രക്ഷയില്ലാത്ത വെയിൽ. വാ ഓടിച്ചോ പോട്ടെ. അയ്യോ, അവസാനം കൊണ്ട് എത്തിച്ച ലോഡ് ഒരു കപ്പ് ലോഡാണ്. അയ്യോ, ഇവിടുന്ന് ഇനി വണ്ടി തിരിക്കാൻ പറ്റത്തില്ല. ഈ വഴി നേരെ അങ്ങോട്ടെങ്കിലും പോയാലേ പറ്റത്തുള്ളൂ. ഇതൊരു ടാസ്ക് ഏരിയ ആയിപ്പോയി. യെസ്, അങ്ങനെ 3 മണിക്ക് ശേഷം എന്നാണ് ഇവിടുന്ന് ആൾക്കാർ വന്ന് സാധനം ഇറക്കി. ഇവിടുന്ന്
തിരിക്കാവുന്നോ? ചേട്ടാ നമുക്ക് ഹൈവേയിലോട്ട് ഇറങ്ങാനേ ഇവിടുന്ന് തന്നെ നേരെ പോയി പോകാൻ പറ്റുമോ? ചേട്ടാ ഹൈവേയിലോട്ട് ഇറങ്ങാനേ നേരെ തന്നെ പോയി ഇറങ്ങാൻ പറ്റുമോ? ആണോ? അവിടെ റോഡ് പണി നടക്കുമെന്നൊക്കെ പറയാം. വണ്ടി പോകുന്ന വഴി തന്നെ, കുഴപ്പമില്ല. ആ അതെയോ? ഏ റോഡിൻ്റെ നടുക്ക് വണ്ടി കൊണ്ടിട്ട് ഒരു ബ്ലോക്ക് ഉണ്ടാക്കിയിട്ടാണ് ഞങ്ങൾ ചായ പിടിക്കാൻ പോയിരിക്കുന്നത്. രസമല്ലേ? ഈ വഴി ഹൈവേ പോയി ഇറങ്ങാമെന്ന് പറഞ്ഞു. ഹൈവേയിൽ എവിടെയെങ്കിലും ഇങ്ങനെ ഇറങ്ങിയാൽ മതി. ഒന്ന് തിരക്കി നോക്കാം ഒന്ന്. ഹൈവേ പോയി ഇറങ്ങാൻ പറ്റുമോ? ആണോ? ഓക്കെ, പുള്ളി പറഞ്ഞുതരാന്ന് പറഞ്ഞല്ലേ? അവൻ പറഞ്ഞു ഇവിടെ ഓടിക്കാൻ നിന്ന് കഴിഞ്ഞാൽ പെട്ടുപോകുമെന്ന് പറഞ്ഞു. പക്ഷെ അവരാരും പറഞ്ഞില്ലല്ലോ ഈ വഴി നേരെ പോയി ഇറങ്ങാമെന്ന്. ഇങ്ങനെ ഇറങ്ങാൻ പറ്റുക നല്ലത്. തിരിച്ചു പോകുന്ന റിസ്ക്കാണ്, നല്ല റിസ്ക്കാണ്. ഹൈവേയിലോട്ട് പോയി കയറാൻ അവനോട് ചോദിച്ചേ. ഹൈവേ പോയി. താങ്ക്സ് ഫോർ നീ ചെയ്യത്തില്ലല്ലോ. താങ്ക്സ് പറയാൻ വേണ്ടി എത്ര നേരം ഞാൻ നോക്കിയെന്ന്. ഞാൻ ഇനി ഇപ്പുറത്തൊന്ന് ഇറങ്ങി ഡോറ് തുറന്ന് എടാ ഞാൻ പറഞ്ഞിട്ടാ വണ്ടി കൊണ്ട് അങ്ങോട്ട് മുമ്പോട്ട് വന്നേ കാണിച്ചു തരാൻ വേണ്ടി. ആ നിനക്ക് സൈഡിൽ നിന്നിട്ട് അങ്ങോട്ട് താങ്ക്സ് പറയാൻ വയ്യ അവന്. മാന്യത ആരെ കാണിച്ചത് ഞാൻ കണ്ടേ. നീ മിണ്ടരുത്. നീ താങ്ക്സ് പറയാൻ അവനക്ക് വയ്യ. അവനക്ക് നാണോ അവനക്ക്. അവിടെ കിടന്ന് തിരിച്ചപ്പോ ഒന്നും അറിഞ്ഞില്ലല്ലോ. അവിടെ തെരുവിളി മൊത്തം ഞാനാ കേട്ടത്. പോകുന്നിടത്തെല്ലാം തെരുവിളി ഞാനല്ലയോ കേൾക്കുന്നത്. നിനക്ക് അങ്ങ് അകത്തിരുന്നാ മതിയല്ലോ. ഇവിടുന്ന് റൈറ്റ്. എവിടെ മോനെ സ്ഥലം? കരുനാഗപ്പള്ളി. രക്ഷപ്പെട്ട. മറ്റേത് പോകായിരുന്നെങ്കിലേ ഇരുമല്ലി ബ്ലോക്ക്. ഇത് ടൗണിലോട്ട് കയറുന്ന ഇറങ്ങുന്നല്ലേ? ഹൈവേയിലോട്ട് കയറുന്നല്ലേ? എന്നാ വേണം അങ്ങോട്ട് മേടിച്ചേ അങ്ങോട്ട്. സ്റ്റോപ്പ്. യെസ്. എന്തോ ഇത്ര റോഡിൽ ഇറങ്ങിയത് എന്നെ അത് മറ്റേ റോഡിനെ സംബന്ധിച്ച് മോനെ ഇത് സ്വർഗമാ ഈ റോഡ്. അതറിയാവോ? ആ നീ ഹോൺ അടിച്ച അടുത്ത പെറ്റി നീ മേടിച്ചു കൂട്ടണ്ട. നമ്മൾ ഈ വഴിയാകുമ്പോ ഇത് മാർക്കറ്റ് റോഡല്ലോ ആണോടാ? ആണോ? അല്ലാഹുമ്മ സല്ലി. അടുത്ത കപ്പ് കിട്ടുമോ? ഇല്ല. എന്റെ കപ്പിൽ ഭയങ്കര സ്പെഷ്യാലിറ്റിയാ. എടാ തിരുവനന്തപുരം ലെഫ്റ്റ്, KSRTC ലെഫ്റ്റ്. എടാ വലിയ വാഹനങ്ങൾ ഹെവി വെഹിക്കിൾ ലെഫ്റ്റ്. കണ്ടല്ലോ ബോർഡ് കണ്ടല്ലോ. ഇനി പിന്നെ പ്രശ്നം. എടാ ഹെവി വാഹനങ്ങൾ ലെഫ്റ്റ്. നീ ലെഫ്റ്റ് എടുക്കുക. ആ നോ എൻട്രി ബിഗ് വെഹിക്കിൾസ്. കണ്ടോ? എടാ ഈ എടാ ലെഫ്റ്റ് എന്ന് ഉദ്ദേശിച്ച് ഈ ലെഫ്റ്റ് ആണോ? ആ നീ എടുത്തു. പോട്ടെ. തിരിടാ. പോട്ര. യെസ്. ഓക്കെ ഫ്രണ്ട് ഓക്കെ അല്ലേ? ബാക്കി ഓക്കെ. യെസ്.
ആ കാറും കൂടെ കാറും കൂടെ കയറി പോവാം. ആ വണ്ടി ഇവിടുന്ന് റൈറ്റ് എടുത്തു. റൈറ്റ് പോകത്തില്ല ലെഫ്റ്റ് എടുത്തു കറങ്ങണം. ആ ഞാൻ കയറത്തില്ല. ഇങ്ങനെ നിങ്ങൾ എടുത്തു. ആ ഓട്ടോ ഇല്ലായിരുന്നു ഒരു പിടി പിടിക്കായിരുന്നല്ലേ. ഞങ്ങളെല്ലാം പോണോ ഇല്ലയോ?